ഹായ്, ഇത് നമ്മുടെ ചിറ്റരത്ത തോട്ടമാണേ. ചിറ്റരത്ത രാസ്നാദിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് ഔഷധക്കൂട്ടിൽ വേണ്ടതാണ് ചിറ്റരത്ത. ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. ഇഞ്ചി പോലെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ്. ഏകദേശം 1.5 അടി 2 അടി ഹൈറ്റിലാണ് ഇത് വളർന്നു വരിക. 2 വർഷം പാകം, 1.5 വർഷത്ത് തൊട്ട് 2 വർഷത്തിനിടയിലാണ് ഇത് പറിച്ചെടുക്കേണ്ട സമയം. ഇഞ്ചി പോലെ തന്നെ വണ്ണം കുറഞ്ഞ കിഴങ്ങായിരിക്കും ഇതിനുണ്ടാവുക. ഇത് പൂത്തിട്ടുണ്ട്, ഇത് കണ്ടോ, ഇതിൻ്റെ പൂവ് ശരിക്കും ഒരു ഓർക്കിഡ്, നല്ല കൊലയായിട്ട് പോകും, നല്ലൊരു വാസനയുണ്ട്. എന്താ, ഓർക്കിഡിൻ്റെ പൂ പോലെ തന്നെയുള്ള പൂവാണ് ഇതിൻ്റെ കിഴങ്ങാണ് ഔഷധ ഭാഗം. പക്ഷേ ഇതിന് നല്ലൊരു വാസനയാണ്. പിന്നെ ഇത് എപ്പോഴും എവർഗ്രീനായിട്ട് നിൽക്കും. എപ്പോൾ നോക്കിയാലും ഇതിൽ പച്ചപ്പായിരിക്കും. ഇവിടെയൊക്കെ നിറച്ച് പൂക്കളുണ്ട്, കണ്ടോ. അതാ ഇതിലൊക്കെ കൊല്ലയായിട്ട് പൂവതാ, വണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോകാൻ തന്നെ ഒരു പേടിയില്ല, നല്ലതായിട്ട്. പക്ഷെ അത് പറിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ബുഷായി നിൽക്കല്ലേ, നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തല അരിഞ്ഞ് മാറ്റിയതാണ്. എന്നിട്ട് ഇത് മുഴുവനായിട്ട് കിളച്ചെടുത്തിട്ടാണ് തല്ലി കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ AVPക്ക് വേണ്ടി ചെയ്തതാണ്. ആരോഗ്യശാലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഈ ഔഷധ സസ്യം. ഇതെങ്ങനെയാണ് ഞങ്ങൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇതാണ്, ഇവിടെ എല്ലാം നമ്മുടെ ചിറ്റരത്ത തന്നെയായിരുന്നു. അതിപ്പോൾ പറിച്ച് മാറ്റിയതാണ്. അതിൻ്റെ കട്ട് ചെയ്ത വേരുകളാണിത്. ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ച് അങ്ങോട്ട് മാറ്റിയത്. അതിൻ്റെ സൈഡിലുള്ള വേരുകളാണത്. ഇത് കണ്ട, ഇതുപോലെ ഇങ്ങനെ വേര് നിറഞ്ഞു വരും. അപ്പോൾ അത് കട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. ആദ്യമേ ഞാൻ ഇലയൊക്കെ മാറ്റിയിട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഇലയാണിത്. ഇതിന് തന്നെ ഒരു വാസനയാണ്. അപ്പോൾ ഇത് നമുക്ക് അടിവളമായിട്ടോ ഇലയായിട്ടൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ വേറെ നമുക്ക് കീടാക്രമണം ഒന്നും വരില്ല. അത്ര നല്ല വാസനയാണ് ഇതിന്. അപ്പോൾ ഈ ഭാഗത്തെ മുഴുവൻ ഇതുണ്ടോ, ഇവിടെ നമ്മൾ പറിച്ച് ഇന്നലെ അവർ കട്ട് ചെയ്ത്, എൻ്റെ ചേച്ചിമാരിന്നില്ല. ഉണ്ടോ, ഇതാണ് അതിൻ്റെ കിഴങ്ങ്. ജട പിടിച്ച പോലെ നിൽക്കുന്നുണ്ട് ചൂട്, അങ്ങനെ കട്ടിയായിട്ടാണ് വരുന്നത്. ഇതിന് നമ്മൾ ഇതിൻ്റെ വേരൊക്കെ മുറിച്ച് മാറ്റി ഇത്രയും ഭാഗം മാത്രം. പുതിയ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് കുഴിച്ചിടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഞാൻ തരാം, കാരണം ഇവിടെ ബൾക്കായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100 കിലോയോളം ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് കൊടുക്കാമെന്ന് വിചാരിച്ച് എപ്പോൾ കട്ട് ചെയ്യണം. എന്താ പുതിയ പ്ലാന്റ് വരുന്നത്. എന്താ ഈ മുള എടുത്ത് നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വരും. അപ്പോൾ ഈ വേരിൻ്റെ കട്ടിങ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡെഡായ വേരുകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റും. ഇഞ്ചി മഞ്ഞളൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ. കണ്ടോ എത്ര സ്പൗട്ടിങ്ങാണ് വന്നിരിക്കുന്നത്. നല്ല മണ്ണിളക്കം ഉള്ള ലൂസ് മണ്ണിലാണ് വെക്കേണ്ടത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കൂടുതൽ വളപ്രയോഗം ഒന്നും വേണ്ട, അടിവളം മാത്രം ഇട്ടാൽ മതി. വളം ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആർത്ത് നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ പറമ്പ് എപ്പോഴും ഗ്രീനായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ പറിച്ചിട്ടിരിക്കുന്ന കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറിച്ച് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. സാധാരണഗതി ഇത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക. പക്ഷേ ഇപ്പം നമുക്ക് പ്ലാന്റ് കട്ടിങ്സ് ആയതുകൊണ്ടാണ് ഫ്രഷായിട്ട് തന്നെ കൊടുക്കേണ്ടി വരുന്നത്. കണ്ടോ, ഇത് ഓരോരോ സ്റ്റെമ്മായിട്ട് ഇങ്ങനെയാണ് കുഴിച്ച് വയ്ക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചിറ്റരത്തയുടെ വിശേഷം. ഓക്കെ, ബൈ.